സർക്കിൾ ഷേപ്പിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്യുന്നത് ഇച്ചിരി വലിയ ടാസ്ക് ആയതുകൊണ്ട് ദൈവം അറിഞ്ഞിങ്ങ് തന്നെയാന്ന് തോന്നുന്നു ഇതുപോലത്തെ ഒരു പീസ് കിട്ടിയ പാടെ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന്റെ പണിപ്പുരയിലോട്ട് കടന്നത് ഇപ്പോഴാണ്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ സൂക്ഷിച്ചു വെക്കാൻ ഭയങ്കര മിടുക്കായിരിക്കും. പക്ഷെ അതിങ്ങോട്ട് വർക്ക് ചെയ്യാൻ എത്ര കാലതാമസം എടുക്കും. ഇനി ഇരുത്തി അതിനെ തുരുമ്പിപ്പിക്കാതെ ഇന്ന് തന്നെ അതങ്ങ് എടുക്കാന്ന് വിചാരിച്ചു. ബാക്കിയുള്ള കാർഡ്ബോർഡിൽ നിന്ന് കുറച്ച് റെക്ടാങ്കിൾ പീസും കൂടെ കട്ട് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇതിന്റെ മണ്ടയിലോട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കണം. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ എടുത്തങ്ങ് ഒട്ടിക്കാനല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെക്കുക ആ സർക്കിളിന്റെ ഷേപ്പിൽ. പിൻട്രസ്റ്റിൽ നിന്ന് ഞാൻ റെഫറൻസ് പിക്ക് എടുത്ത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ അവരവിടെ യൂസ് ചെയ്തേക്കുന്നത് പോപ്പ് സ്റ്റിക്സ് ആണ് കേട്ടോ, ഇതിന്റെ മണ്ടയിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോപ്പ് സ്റ്റിക്സ് ഇല്ലാത്തവർക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ഐഡിയയിൽ വന്നപ്പോഴാണ് എന്തുകൊണ്ട് കാർഡ്ബോർഡ് തന്നെ യൂസ് ചെയ്ത് മുകളിൽ വെച്ചുകൂടാ എന്നുള്ളൊരു ഐഡിയ വരുന്നത്. പിന്നെ ഇച്ചിയുടെ വാസ്തവത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ പോപ്പ് സ്റ്റിക്സ് ഉണ്ടായിരുന്നില്ല, അതെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതും കൊള്ളാട്ടോ. ഇനി കളറിംഗ് ആണ്, നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാൻ എടുത്തേക്കുന്ന ഷെയ്ഡിന്റെ ഡാർക്ക് ഷെയ്ഡ് ഉള്ളിൽ കൊടുത്തിട്ട് അതിന്റെ തന്നെ ലൈറ്റ് ഷെയ്ഡാണ് പുറത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വൈറ്റ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു കോട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോട്ട് എഴുതി കൊടുക്കുക. ഞാനിങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് എസ്തെറ്റിക് പിടിക്കാം, അതായത് ത്രെഡ് യൂസ് ചെയ്ത് ഹാങ് ചെയ്തിട്ട് വാൾ ഡെക്കോർ ആയിട്ട് യൂസ് ചെയ്യാം. നിങ്ങളിത് ട്രൈ ആണെങ്കിൽ വൈറ്റ് ത്രെഡ് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കൂ, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കിട്ടും. പക്ഷേ എൻ്റെ കയ്യിൽ ഈ ഒരു ത്രെഡാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ ഇതെടുത്തോന്നേ ഉള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ഒന്നും മറക്കല്ലോ. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ?